ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. ഞാനെന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയത്. എന്നാൽ ഇത് മാലാഖമാരുടെ അപ്പമാണ്. സ്വർഗം ഭൂമിക്ക് തന്ന സമ്മാനമാണ്. ഈ അപ്പം ജീവിക്കുന്നു, ഇതിന് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ചരിത്ര ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരേ ഒരു കാര്യം, ഇത് കർത്താവിൻ്റെ ശരീരമാണ്, ഇത് ജീവിക്കുന്നു എന്ന പരമമായിട്ടുള്ള സത്യമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ഈ സമാധാനത്തോടൊപ്പം ചേർന്ന് പോകുന്ന മറ്റൊരു കാര്യമാണ് സന്തോഷം എന്നത്. സന്തോഷവും പ്രത്യാശയും ഒക്കെ മനുഷ്യ ജീവിതങ്ങളിൽ നിലനിൽക്കുന്നത് പരിശുദ്ധ കുർബാന യഥാർത്ഥത്തിനും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിനും നമ്മൾ അർപ്പിക്കുമ്പോഴാണ്. സന്തോഷം എന്നത് ദുഃഖമില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ കുറവുകളോ ഒന്നുമില്ലാത്ത അവസ്ഥയല്ല. സന്തോഷം എന്നത്, ആനന്ദം എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒന്നതാണ് ആനന്ദം എന്നത്. ദൈവത്തിൽ ആനന്ദിക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് വിശുദ്ധ കുർബാന അർപ്പണത്തിൽ സംഭവിക്കേണ്ടത്. ദൈവത്തിലും ദൈവിക കാര്യങ്ങളിലും ദൈവ പദ്ധതികളിലും ആനന്ദിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ബലിയർപ്പണത്തിന് അണയേണ്ടവനും അവനാണ് ബലിയർപ്പണത്തിനു ശേഷം പുറത്തിറങ്ങേണ്ടവൻ. ദൈവം തന്നതിൽ അല്ല നമ്മൾ ആനന്ദിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ കുർബാന അർപ്പണത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ അല്ല, മറിച്ച് ദൈവം തരുന്നതിനെ കേന്ദ്രീകരിച്ചാണ്. ദൈവം തന്നതിലല്ല, മറിച്ച് ദൈവത്തിലാണ് നമ്മൾ ആനന്ദിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തകൻ പറയുന്നത്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? അത് സ്വർഗത്തിൽ നിന്ന് വരുന്നുവെന്ന് സങ്കീർത്തകൻ വെളിപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. അതുകൊണ്ട് യഥാർത്ഥ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ കുർബാന എന്ന് മനസ്സിലാക്കുക. അത് നമ്മിൽ പൂർണ്ണമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനമായ ആനന്ദം എന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കണം. അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. ഓരോ ബലിയർപ്പണത്തിൽ ദുഃഖിച്ച് കഴിയുന്ന ഒരു ജീവിതവും യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ ഒന്നും നേടുന്നില്ല. എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ സങ്കടങ്ങൾക്കും ഉപരിയാണ് പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ ദൈവികമായ ആനന്ദത്തിലൂടെ സംഭവിക്കുക. അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഈ ദാനം, അത് എല്ലാ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും മാറ്റിക്കളയുന്നവയാണ്. വിശുദ്ധ കുർബാനയിലൂടെ നാം അനുഭവിച്ചറിയുന്ന കണ്ടുമുട്ടുന്ന ഈശോ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക? അല്ലെങ്കിൽ ഈശോയുമായി നാം കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക? അത് എമ്മാവൂസ് ശിഷ്യന്മാരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ഒന്ന് കണ്ടെത്താനായിട്ടാണ് നമ്മൾ നോക്കുക. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമാണ് നിരാശരായി ദുഃഖിതരായി എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ. അവിടെ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. ഏകദേശം 60 സ്ഥാദിയോൺ ദൂരമുണ്ട് ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക്. ഒരു 12 കിലോമീറ്റർ നമുക്ക് ഏകദേശം പറയാൻ പറ്റും. ആ കാലഘട്ടത്തിലുള്ള ദൂരം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറിനോടടുത്ത യാത്രാ ദൂരം. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം നിരാശരായി ദുഃഖിതരായി എമ്മാവൂസിലേക്ക് തിരിച്ചു പോകുന്ന 2 ശിഷ്യന്മാർ. ഈശോ അവരോടൊപ്പം യാത്ര ചെയ്തു. ഏകദേശം 3 മണിക്കൂർ അവർ യാത്ര ചെയ്തിട്ടും ഈ വന്നത് ആരാണെന്നോ അവിടുന്ന് സംസാരിച്ചത് എന്താണെന്നോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ ദുഃഖം സന്തോഷമായിട്ട് മാറിയില്ല, നിരാശ പ്രത്യാശയായിട്ട് മാറിയില്ല. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു തന്നെ ഇരുന്നു. അവർ നിരാശരായി തിരിച്ചു പോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ അവരുടെ അഭ്യർത്ഥന പ്രകാരം അവരുടെ കൂടെ കയറി അപ്പം മുറിച്ചപ്പോൾ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ പ്രതീകമാണ് നമുക്കറിയാം. അവിടെ ആ ഒരു അപ്പം മുറിക്കൽ സംഭവിച്ചപ്പോൾ
നിമിഷ നേരം കൊണ്ട് അവരുടെ ദുഃഖങ്ങൾ മാറി, നിരാശ മാറി, പ്രത്യാശയുള്ളവരായി മൂടപ്പെട്ട കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. കൂടെ നടന്നവൻ ദൈവമാണെന്ന് കണ്ടെത്തി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ കുർബാന അർപ്പണത്തിലും ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. കൂടെ നടന്നവൻ ആരെന്ന് നാം തിരിച്ചറിയണം. പേടിച്ച് നിരാശരായി ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതങ്ങളെ കൂടെ വന്ന് കൈയെത്തിപ്പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന അനുഭവമാണ് വിശുദ്ധ കുർബാന. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്ന, നമ്മെ മനസ്സിലാക്കി തരുന്ന, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയും മേഖലയാണ് വിശുദ്ധ കുർബാന അർപ്പണം. കൂടെ നടക്കുന്നവൻ ദൈവമാണെന്നുള്ള തിരിച്ചറിവോടെ വേണം ഓരോ ബലിയർപ്പണത്തിന് ശേഷവും നാം പുറത്തേക്ക് ഇറങ്ങാൻ. അവൻ്റെ കൂടെയാണ് ഞാൻ ഉള്ളതെന്നും അവനാണ് എൻ്റെ കൂടെയുള്ളതെന്നും നാം ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നതെന്നും ഓരോ കുർബാനയിലൂടെയും നാം യഥാർത്ഥത്തിൽ അതാണ് നമ്മുടെ ജീവിതം സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ സത്യത്തെ തിരിച്ചറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. എമ്മാവൂസിലെ ശിഷ്യന്മാരെ പോലെ കൂടെ നടന്നവനെ തിരിച്ചറിഞ്ഞത് 3 മണിക്കൂർ നേരം യേശു അവരുടെ കൂടെ നടന്നിട്ടും അവർക്കറിയാൻ സാധിക്കാത്തത് ഒറ്റ നിമിഷം കൊണ്ട് അവർക്ക് സാധിച്ചു. ബലിയർപ്പണത്തിലൂടെ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. നമുക്ക് ദൈവികമായ തിരിച്ചറിവുകൾ ലഭിക്കാൻ ഓരോ കുർബാനയിലും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.